മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ കുയിർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്നരുളി ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാനായി നമുക്ക് കിട്ടിയ കുറച്ച് സമയമാണ്. തീഷ്ണതയോടുകൂടെ അവിടുത്തെ തിരുമുമ്പിൽ നമുക്ക് ആയിരിക്കാം. വിശുദ്ധ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണും, ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച്. തൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരെ, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചുകൊണ്ട് ഈശോ ഉയർന്ന മലയുടെ മുകളിലേക്ക് പോയി എന്ന് തിരുവചനം നമ്മളോട് പറയും. ആ മലയുടെ മുകളിൽ വെച്ച് അവിടുത്തേക്ക് രൂപാന്തരീകരണം സംഭവിച്ചു എന്നും തിരുവചനം നമ്മളോട് ഇങ്ങനെ പറയും, അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രത്തോളം വെണ്മയുള്ളതായി മാറി.
അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. കാരണം ഒന്നേയുള്ളൂ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാകുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ 34-ാമത്തെ അധ്യായം ദൈവത്തെ കണ്ട് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും കൽപ്പന ഏറ്റുവാങ്ങി താഴേക്ക് ഇറങ്ങി വരുന്ന മോശയെ കുറിച്ച് പറയുന്നു. 34-ാമത്തെ അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: മോശയുടെ മുഖം ഇസ്രായേൽ ജനം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. ജീവിക്കുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കേണ്ട രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് ഈ തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സങ്കീർത്തകൻ നമ്മളോട് പറയുന്നത് പോലെ തന്നെ ശാന്തമാകാം. നമുക്ക് കർത്താവിനെ നമുക്ക് അനുഭവിച്ചറിയാം. നമുക്കിങ്ങനെ പാടി പ്രാർത്ഥിക്കാം: ഈ തിരുസ്ഥിതിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. നമുക്കൊരുമിച്ച് പാടാം: ഈ തിരുസ്ഥിതിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതം ഏകുന്നു ഞാൻ ഈ ബലി വേദിയിലെന്നും. നമുക്കൊരുമിച്ച് പാടാം: ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലി വേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന. ഒരിക്കൽ കൂടി പാടാം: ആരാധന ആരാധന നാഥ ആരാധന. പ്രിയപ്പെട്ടവരെ, അല്പസമയം നമുക്ക് ത്യാഗത്തോടുകൂടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടിന്മേൽ ആയിരിക്കാം. മുട്ടിന്മേലായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം അറിയാം. നമ്മൾ കുമ്പസാരത്തിൻ്റെയൊക്കെ സമയത്താണ് മുട്ടിന്മേലായിരിക്കുക. വിശുദ്ധ കുർബാനയിൽ കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന് പറയുമ്പോഴാണ് മുട്ടിന്മേലാവുക. കുറവുകൾ, ബലഹീനതകൾ, പാപാവസ്ഥകളുടെ നടുവിൽ നമ്മളായിരിക്കുമ്പോഴാണ് ഈശോയെ എന്നോട് കരുണ തോന്നണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധമായ ഈ ആരാധനയിൽ ഈശോയുടെ കൃപ മുഴുവൻ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങണം. അതിന് നമ്മളിൽ കുറവുകളൊന്നും ഉണ്ടാവരുത്. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ? നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, ഞാൻ
നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 44-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കും. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് നീ തിരികെ വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 43-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കും. എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നില്ല. പ്രവാചകൻ തന്നെ വീണ്ടും എഴുതും 1-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. അവിടുന്ന് നമ്മളോട് അരുളി ചെയ്യുകയാണ്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും തൂമഞ്ഞു പോലെ ഞാൻ വെണ്മയുള്ളതാക്കി മാറ്റും. നിന്റെ പാപങ്ങൾ രക്തവർണ്ണമാണെങ്കിലും കമ്പിളി പോലെ ഞാനത് വെളുപ്പിക്കും. അനുസരിക്കാൻ നീ തയ്യാറാണോ? എങ്കിലും നീ ഐശ്വര്യം ദർശിക്കുക. നമുക്കൊരു നിമിഷം കൈകളൊക്കെ ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കാം. വീട്ടിന്മേലായിരുന്നു കൊണ്ട് യാചനാരൂപത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കൈകൾ നീട്ടിപ്പിടിക്കാം. ഈശോയെ, ഒത്തിരിയേറെ കുറവുകളും ബലഹീനതകളും ഒക്കെയുള്ള പാവമൊരു മകനാണ്, മകളാണ് ഞാൻ. അറിഞ്ഞും അറിയാതെയുമൊക്കെ എൻ്റെ വിചാരം കൊണ്ടും എൻ്റെ വാക്കുകൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടുമൊക്കെ ഈശോയെ നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ദാവീദ് രാജാവില്ലേ, ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായിരുന്നു അവന്. തൻ്റെ ഹൃദയത്തിന് യോജിച്ച മനുഷ്യൻ എന്നൊക്കെയാണ് ദാവീദിനെ കുറിച്ച് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ടും ഈ മകന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. നാഥാൻ പ്രവാചകൻ വന്ന് അവൻ്റെ തിന്മയെക്കുറിച്ച്, അവൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തി. അവനത് തിരിച്ചറിഞ്ഞു. പിന്നെ കണ്ണുനീരായിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതാണ് 51-ാമത്തെ സങ്കീർത്തനം. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായിച്ചു കളയണമേ, എൻ്റെ അപരാധങ്ങൾ നിശേഷം കഴുകിക്കളയണമേ, പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ പാപങ്ങൾ ഓരോന്നും ഞാൻ അറിയുന്നു, അവയെല്ലാം എനിക്കെതിരെ നിൽക്കുന്നു. ഒടുവിൽ പറയുന്നുണ്ട് ദാവീദ്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. നമ്മുടെ എല്ലാ കുറവുകളെയും നമ്മുടെ ബലഹീനതകളെയും എല്ലാം തുടച്ചു മാറ്റുന്ന സ്നേഹനിധിയായ ദൈവം ഈ നിമിഷം നമ്മളെ പുതിയ മനുഷ്യനാക്കി മാറ്റുകയാണ്. നമുക്ക് ഇങ്ങനെ പാടി പ്രാർത്ഥിക്കാം. ഈ നിമിഷം നിനക്കേകിടാനായി എൻ കയ്യിൽ ഇല്ലൊന്നും നാഥാ. നമുക്കൊരുമിച്ച് പാടാം.
ഈ നിമിഷം നിനക്കേകിടാനാ എൻ കയ്യിലൊന്നു നാഥാ. പാപമെന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥാ. ഒരിക്കൽ കൂടി പാടാം. പാപമെന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥാ. അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥാ ആരാധന. ഒരിക്കൽ കൂടി പാടാം. ആരാധന ആരാധന നാഥാ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ സ്വന്തമായിട്ട് നമുക്കിരിക്കാം, സ്വന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകൾക്ക് കാണാൻ കഴിയുമാറ് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുമാറ് എൻ്റെ ഈശോ എൻ്റെ തൊട്ട് അരികിൽ ആയിരിക്കുകയാണ്. ഈശോയെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ മുമ്പിലായിരിക്കുന്നത് വെറുമൊരു അപ്പമല്ല, ജീവിക്കുന്ന ദൈവമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നതാണ് നമ്മളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അർജന്റീനയിലായിരുന്നപ്പോൾ ബ്യൂണസ് ഐറിസിൽ നടന്ന അത്ഭുതം. നിലത്ത് വീണ ഒരു വിശുദ്ധ കുർബാനയെടുത്ത് വികാരിയച്ഛന് ജലത്തിൽ അലിഞ്ഞു ചേരുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അച്ഛന് അതെടുത്ത് നോക്കുമ്പോൾ ഒരു മാംസക്കട്ടയായി, രക്തം ഒലിച്ചിറങ്ങുന്ന ഒരു മാംസക്കട്ടയായി അത് മാറി. അന്നത്തെ മെത്രാപ്പോലിത്തായായിരുന്ന നമ്മളുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പായെ ഈ വിവരം അറിയിച്ചു. അഭിവന്യ പിതാവ് വന്ന് കണ്ടു ബോധ്യപ്പെടുകയും അതെടുത്തുകൊണ്ട് അരമനയിലേക്ക് പോവുകയും ചെയ്തു. സക്രാരിക്കുള്ളിൽ 2 വർഷ കാലഘട്ടം അത് സൂക്ഷിച്ചു. വീണ്ടും എടുത്തു നോക്കിയപ്പോൾ യഥാർത്ഥ ശരീരം പോലെ വിശുദ്ധമായിട്ട് 2 വർഷത്തിന് ശേഷവും അതിരിക്കുന്നു. പരിശുദ്ധ പിതാവ് ഒരു സർജനെ കൊണ്ട്
അതിൻ്റെ ഒരു ചെറിയ ഭാഗം മുറിച്ചെടുത്ത് അർജൻറ്റീനയിൽ നിന്നും അമേരിക്കയിലേക്ക് ലാബോറട്ടറിയിൽ പരിശോധനയ്ക്കായിട്ട് അയച്ചു കൊടുത്തു. അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരുന്നു: ഇത് മനുഷ്യ ശരീരത്തിലെ ജീവിക്കുന്ന കോശങ്ങളടങ്ങിയ ഒരു മാംസഭാഗമാണ്. കൃത്യമായി പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഭാഗം. വീണ്ടും റിപ്പോർട്ടിൽ നമ്മളിങ്ങനെ വായിക്കും: ഒത്തിരിയേറെ പീഡകൾ സഹിക്കേണ്ടി വന്ന, വേദനകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു യുവാവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് ഇത്. ഇതിലെ രക്തം AB ബ്ലഡ് ഗ്രൂപ്പാണ്. മധ്യപൂർവ ഏഷ്യയിൽ ജീവിച്ച ഒരു യുവാവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് ഇത്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മളായിരിക്കുന്നത് ഒരു അപ്പത്തിൻ്റെ മുമ്പിലല്ല. എനിക്ക് വേണ്ടിയിട്ട് ചങ്ക് കീറി മുറിച്ചു തന്ന, ഇന്നും ജീവിക്കുന്ന ഈശോയുടെ മുമ്പിലാണ്. ഈശോയെ, അവിടുന്ന് എന്നെ വിളിച്ചതിനെ ഓർത്ത്, അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വെള്ളത്തിരുവസ്ഥയ്ക്കുള്ളിൽ സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ തിരുസാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്നു. തൻ്റെ പ്രിയപ്പെട്ട ജനമായ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷയുടെ കാനാനിലേക്ക് അവിടുന്ന് നയിച്ചപ്പോൾ അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം ഉണ്ടായിരുന്നു. മണലാരണ്യത്തിൽ വിശക്കുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നും മന്നയായിട്ട് അവിടുന്ന് വിശപ്പടക്കാൻ അവിടുന്ന് ഇറങ്ങി വന്നില്ലേ? ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൊടുംപാറയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന നീരുറവയായി അവിടുന്ന് അവരുടെ ദാഹം വിശമിപ്പിച്ചില്ലേ? രാത്രിയിൽ നടന്നു നീങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മക്കള് തളർന്നു വീഴാതിരിക്കുന്നതിന് വേണ്ടി അവിടുന്ന് പ്രകാശമായി അവരുടെ മുമ്പേ നടന്നില്ലേ? പകല് സൂര്യന്റെ താപമേറ്റ് തളർന്നു പോകാതിരിക്കുവാനായി മേഘത്തിന്റെ തണലായി അവിടുന്ന് നടന്നില്ലേ? സ്നേഹപിതാവേ, പുതിയ ഇസ്രായേല് ഞാനാണ്, ഞങ്ങളാണ്. അമ്മയുടെ ഉദരത്തിൽ രൂപമെടുത്ത ആ നിമിഷം തൊട്ട് ഇന്നേ ദിവസം വരെ അവിടുത്തെ ഉള്ളം കൈക്കുള്ളിൽ എന്നെ അവിടുന്ന് കരുതുകയായിരുന്നില്ലേ? നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് അമൂല്യനാണ് എന്ന് അവിടുന്ന് ഓരോ നിമിഷവും എന്നോട് അരുളി ചെയ്യുന്നില്ലേ? എന്നെ മറന്നു പോകാതിരിക്കുവാനായി അങ്ങയുടെ കൈവെള്ളയ്ക്കുള്ളിൽ എൻ്റെ പേരവിടുന്ന് കോറിയിട്ടില്ലേ? നിന്റെ തലയിലെ തലമുടിയിഴ കൊഴിഞ്ഞു പോയാലും
ഞാനതറിയുന്നു എന്ന് അവിടുന്ന് എന്നോട് അരുളി ചെയ്തില്ലേ? എത്ര കണ്ട് സ്നേഹമാണ് എന്നോട്, എത്ര കണ്ട് നന്ദി പറഞ്ഞാലാണ് തീരുക, എത്രയേറെ അങ്ങേ ആരാധിച്ചാലാണ് മതിയാവുക. അങ്ങയെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ പാടി സ്തുതിക്കട്ടെ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നീരാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നീരാ. നമുക്ക് ഒരുമിച്ച് പാടാം. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നീരാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നീരാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി പാടാം. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി പാടാം. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഓ സ്നേഹനിധിയായ ഈശോയെ, സ്വർഗം വിട്ട് അവിടുന്ന് ഞങ്ങളോട് ഓരോരുത്തരോടും ഒപ്പമായി ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ ബലഹീനമായ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭാഗമാകുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ സമാനതകൾ മുറുകെ പിടിക്കാതെ ദാസന്റെ രൂപം സ്വീകരിക്കുക മാത്രമല്ല, എന്നിതേ അപ്പമായി അവിടുന്ന് മാറിയിരിക്കുന്നു. നന്ദി പറയുന്ന അങ്ങേക്ക്. അവിടുന്ന് എന്നോട് അരുളി ചെയ്യുന്നുണ്ടല്ലോ, മർത്തായെയും മറിയത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ട്, ലാസറിന്റെ ഭവനത്തിലേക്ക് ഈശോ വരുമ്പോൾ തിരുവചനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വായിക്കും, മർത്ത നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യഗ്രചിത്തയായിരുന്നു. ഓർത്തത് ഇതൊക്കെയായിരിക്കാം. പ്രധാനപ്പെട്ടയാളാണ് വരുന്നത്, എവിടെ ഇരുത്തണം, ഏത് ഭക്ഷണമാണ് കഴിക്കാനായിട്ട് കൊടുക്കേണ്ടത്, ആരെയൊക്കെയാണ് വിളിക്കേണ്ടത്, ഇങ്ങനെ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ വ്യഗ്രതയായിട്ട് നടക്കുന്ന ഭർത്താവ്. എന്നാൽ മറിയത്തെക്കുറിച്ച് പറയും ഈശോ, മറിയം വന്ന് ഈശോയുടെ പാദത്തിൻ്റെ തൊട്ട് അരികിൽ ഇരുന്നു. ഈശോയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഈശോയുടെ അധരങ്ങളിൽ നിന്നും മൊഴിയുന്ന ഓരോ വചനങ്ങളും അവൾ ശ്രദ്ധയോടുകൂടെ കേട്ടു. ഒടുവിൽ ഈശോ പറഞ്ഞു, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, അതൊരിക്കലും അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇന്ന് ഈ സന്ധ്യയിൽ നമ്മൾ ഓരോരുത്തരും മറിയത്തെ പോലെ ഈശോയുടെ തൊട്ട് അരികിൽ വന്നിരിക്കുകയാണ്. അവിടുത്തെ അധരങ്ങളിലേക്ക് നോക്കി അവിടുത്തെ അനുഗ്രഹ വചസ്സുകൾ നമ്മൾ കേൾക്കുകയാണ്, ഹൃദയത്തിൻ്റെ ഭാഗമാക്കുകയാണ്. എൻ്റെ ചെവിയിൽ ഇപ്പോൾ ഈശോ പറയുന്നുണ്ട്, മകനെ, മകളെ, നീ ഇപ്പോഴായിരിക്കുന്ന ഈ വിശുദ്ധമായ നിമിഷങ്ങൾ ഇതൊരിക്കലും നിന്നിൽ നിന്നും എടുക്കപ്പെടുകയില്ല. ഈശോയെ നന്ദി പറയുന്നു.
യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6:65 അവിടുന്ന് അരുളി ചെയ്തില്ലേ, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അരികിൽ വരുന്നില്ല. ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ വന്നു ചേരാൻ ഒത്തിരിയേറെ പേർക്ക് ആഗ്രഹമുണ്ടായിരുന്നിരിക്കാം, പക്ഷേ സാധിച്ചില്ല. എന്നെ അവിടുന്ന് അനുവദിച്ചു. നന്ദി പറഞ്ഞ് സ്തുതിച്ച് ഈശോയെ പാടി പ്രാർത്ഥിക്കട്ടെ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. നമുക്ക് ഒരുമിച്ച് പാടാം. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി പാടാം. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി പാടാം. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സജീവ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു. പെന്തക്കോസ്താ ദിനത്തിൻ്റെ വിശുദ്ധ ഓർമ്മയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഇന്നിരെ പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാര് സഖിയോൻ ഊട്ടുശാലയിൽ ഒരുമിച്ചിരുന്ന അതേ അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക്. ഒത്തിരിയേറെ പേടിച്ച് അരണ്ടിരുന്നിരുന്ന പ്രിയപ്പെട്ട ശിഷ്യന്മാര്, പരിശുദ്ധ മറിയമാണ് അവരെ ഒരുമിച്ച് ചേർക്കുന്നത്. ആ ദിനങ്ങൾ മുഴുവൻ അവര് ഒരുമിച്ച് പ്രാർത്ഥനയിലായിരുന്നു. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കും, കൊടുങ്കാറ്റിൻ്റെ ഒരു അനുഭവം അവർക്കുണ്ടായി. തീനാവുകളുടെ രൂപത്തിൽ അവരുടെ ഓരോരുത്തരുടെയും മേല് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. വെറും മുക്കുവനായിരുന്ന പത്രോസ് ആത്മാവിൻ്റെ അനുഭവത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പ്രസംഗിച്ചു. ആദ്യത്തെ അവൻ്റെ പ്രസംഗത്തിൽ 3000-ലധികം പേര് മാനസാന്തരപ്പെട്ടു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തി എത്ര വലുതാണ്. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈശോയുടെ മാമോദീസായില് യോഹന്നാൻ മാംദാന സാക്ഷ്യപ്പെടുത്തിയില്ലേ, സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നതും ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആവാസത്തിന് വേണ്ടി ഈശോ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു.
നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയെ നൽകാനാണ്. അതിനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമുക്കൊരു നിമിഷം പറ്റുമെങ്കിൽ കൈകളൊക്കെ ഒന്ന് അല്പം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം കർത്താവിനെ. ആത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമുക്കൊരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. നമുക്കൊരുമിച്ച് പാടാം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ഒരിക്കൽ കൂടി പാടാം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കൂടി പാടാം. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വലിയ ആഗ്രഹത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പ്രിയപ്പെട്ടവരെ, ഇത് ജൂലൈ മാസമാണ്. പ്രത്യേകമായി ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം പ്രതിഷ്ഠിക്കുന്ന വിശുദ്ധമായ ദിവസങ്ങളാണ്. നമ്മുടെ എല്ലാ ഭവനങ്ങളിലും വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ എത്രയേറെ പ്രാവശ്യം ആ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിലൂടെ നടന്നു പോയിട്ടുണ്ട്. നമ്മൾ ആ തിരുഹൃദയത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ? തൊട്ടു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈ തിരുവോസ്തി ഈശോയുടെ ഹൃദയമാണ്. സൂക്ഷിച്ച് ഈ തിരുവോസ്തിയിലേക്കൊന്ന് നോക്കിക്കേ. ഈശോയുടെ ഹൃദയം നമുക്ക് കാണാൻ കഴിയും.
എന്താണ് ആ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത? ഹൃദയത്തിൻ്റെ മുകളിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു തീനാളം. ആ തീനാളത്തിൻ്റെ നടുവിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുരിശ്. ഹേ ഹൃദയത്തെ ചുറ്റിയിരിക്കുന്ന മുൾമുടി, ഹൃദയത്തിൽ കാണുന്ന മുറിവ്, മുറിവിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന രക്തത്തുള്ളികൾ. ഈശോയുടെ ഹൃദയം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഓരോ നിമിഷവും ഇടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈശോയുടെ ആ ഹൃദയം. എന്താണ് കത്തി ജ്വലിച്ചു നിൽക്കുന്ന തീനാളം? പഴയ നിയമത്തില് സിനായി മലയുടെ മുകളില് മോശ കാണുന്ന അത്ഭുത ദൃശ്യമുണ്ട്. മുൾപ്പടർപ്പ് കത്തി ജ്വലിച്ചുകൊണ്ട് നിന്നു. അത് ചാമ്പലായില്ല. മുൾപ്പടർപ്പ് കത്തി ജ്വലിച്ചുകൊണ്ട് നിന്നു. അത് ചാമ്പലായില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ അടുപ്പിൽ വിറക് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ നമ്മൾ? അമ്മ അല്പസമയം കഴിയുമ്പോൾ അത് വെറും ചാരമായി മാറും. പക്ഷേ ഇത് ചാരമാവുന്നില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ഈശോയുടെ സ്നേഹം അതൊരിക്കലും അസ്തമിക്കുന്നില്ല. അതിങ്ങനെ എന്നെ പ്രതി ഓരോ നിമിഷവും ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത്ര കണ്ട് അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ഈശോയെ, തിരുഹൃദയത്തിൻ്റെ ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്യും, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. എന്നോട് അത്ര കണ്ട് സ്നേഹമുള്ളവർക്കല്ലേ എന്നെ ഒരിക്കലും പിരിയാൻ പറ്റാത്തവർക്കല്ലേ അങ്ങനെ എന്നോട് പറയാൻ പറ്റൂ? അത്രയധികം അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. നന്ദി ഈശോയെ, നിന്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത്. തീനാളുകൾക്കുള്ളിൽ കാണുന്ന പരിശുദ്ധമായ കുരിശ് എന്നോടുള്ള സ്നേഹത്തെ പ്രതി എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഏറ്റെടുത്തതാണ്. ഏറ്റവും നീച പാപിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെട്ട കുരിശ്. ആ കുരിശില് അവിടുന്ന് പിടഞ്ഞ് അവസാനത്തെ തുള്ളി രക്തം പോലും ചൊരിഞ്ഞ് മരിച്ചപ്പോൾ അവിടുന്ന് എന്നെ സ്വന്തമാക്കുകയായിരുന്നു. എന്നെ അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതിന് വേണ്ടി അവിടുന്ന് തന്നെ സ്നേഹപൂർവ്വം ഏറ്റെടുത്ത കുരിശ്. എത്ര കണ്ട് നന്ദി പറഞ്ഞാലാണ്.
ഹൃദയത്തെ ചുറ്റി നിൽക്കുന്ന മുൾമുടി. അവൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രാജാവാണ്. എന്നാൽ എന്നെ സ്വന്തമാക്കണമെങ്കിൽ, എൻ്റെ പാപാവസ്ഥയിൽ നിന്നും എന്നെ നേടണമെങ്കിൽ അവന് പരിഹാസത്തിൻ്റെ രാജാവായി മാറിയേ മതിയാവൂ. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ പരിഹാസത്തിൻ്റെ രാജാവായി മാറി അവൻ മുൾമുടി അണിഞ്ഞുകൊണ്ട്. എത്രയധികം നീ എന്നെ സ്നേഹിക്കുന്നു. തിരുഹൃദയത്തിൻ്റെ ഉള്ളിലെ മുറിവ് എന്നെ സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുന്ന് ഏറ്റെടുത്ത മുറിവ്. നമ്മളെ ഇങ്ങനെ വായിക്കും: സൈന്യാധിപന് അവൻ്റെ വിലാവിൽ കുത്തി അവിടുന്ന് രക്തവും ജലവും പുറപ്പെട്ടു. സഭയിലെ ഏറ്റവും വലിയ 2 കൂദാശകളായ മാമോദീസായും വിശുദ്ധ കുർബാനയുമാണ് അത് എന്ന് സഭാപിതാക്കന്മാർ നമ്മളോട് വ്യാഖ്യാനിച്ചു തരും. ഞാൻ ഈശോയുടെ മകനായി, ഞാൻ ഈശോയുടെ മകളായി. ഓരോ ദിവസവും ഈശോയെ സ്വീകരിക്കുമ്പോൾ സ്നേഹപൂർവം അവിടുന്ന് എൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭാഗമാവും. പരിശുദ്ധമായ കുർബാനയിലൂടെ എന്നോടുള്ള സ്നേഹത്തെ പ്രതി നന്ദി പറയുന്ന ഈശോയെ, ഇറ്റിറ്റു വീഴുന്ന രക്തത്തുള്ളികൾ നമുക്കെല്ലാം അറിയാം. ഒരുവന്റെ ജീവന് എന്ന് പറയുന്നത് അവന്റെ രക്തമാണ്. അവൻ ചൊരിഞ്ഞത് ആ ജീവനാണ് എനിക്ക് വേണ്ടിയിട്ട്. കാസയെടുത്ത് ഉയർത്തിക്കൊണ്ടവൻ പറഞ്ഞു, ഇത് എൻ്റെ രക്തമാണ്, നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. ഈശോയെ, ഇതുപോലെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമേ, എൻ്റെ പൊന്നേശുനാഥാ, വന്നു വാണിടുമോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ. നമുക്ക് ആഗ്രഹിച്ച് ഉള്ളിൽ പാടിക്കൊണ്ടിരിക്കാം. സ്നേഹമായ ഈശോയെ, എൻ്റെ ഉള്ളിലേക്ക് നീ വരുമോ? ഈശോയെ, ഞാനിനി യാത്ര ചെയ്യേണ്ടത് നിന്നിൽ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ടാണ്. ഓ കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് സ്വർഗത്തിലേക്ക് കരയേറുമ്പോൾ
തിരുവചനത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വായിക്കും, കൈകൾ ഉയർത്തി അവിടുന്ന് ആശീർവദിച്ചു. അവിടുന്ന് ആശീർവദിച്ചത് ശിഷ്യരെ മാത്രമല്ല എന്ന് തിരുവചന വ്യാഖ്യാതാക്കൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അവിടുന്ന് ഉയർത്തിയ കൈകൾ സ്നേഹത്തിൻ്റെ മുറിവുകളേറ്റ കരങ്ങളായിരുന്നു. ആ കരങ്ങളെ ഉയർത്തി ആശീർവദിച്ചപ്പോൾ ശിഷ്യരെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവനാണ് അവിടുന്ന് ആശീർവദിച്ചത് എന്ന് ഞങ്ങൾ അറിയുന്നു. അതും മാത്രമല്ല, അവിടുന്ന് ഉയർത്തിയ സ്നേഹത്തിൻ്റെ കരങ്ങൾ ഇതുവരെയായിട്ടും അവിടുന്ന് താഴ്ത്തിയിട്ടില്ല എന്ന്. ഈശോയെ, ഈ തിരുമണിക്കൂറിൻ്റെ അവസാനം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ആശീർവദിക്കണമേ. അങ്ങയിൽ നിന്നും ശക്തി സ്വീകരിച്ച് ഞങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങട്ടെ. അങ്ങയുടെ സ്നേഹം ഞങ്ങൾ ഈ ലോകത്തിന് നൽകട്ടെ. അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുവാനായി മുട്ടിന്മേൽ നമുക്കായിരുന്നു കൊണ്ട് പാടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നും ആഗതമാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമുടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം
വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരൂപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.